ഇപ്പോൾ നമ്മുടെ ഈ ഫുട്ബോളിൽ നമ്മുടെ ഫോർമേഷൻ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു പ്ലേയിങ് സ്റ്റൈലും പൊസിഷനുമാണ് ആങ്കർമാൻ DMF. അപ്പോൾ നമ്മുടെ ഗെയിമിലെ ഏറ്റവും ബെസ്റ്റ് DMF ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയേരേനെ ചൂസ് ചെയ്യാം. അപ്പോൾ വിയേരേനെ കൊണ്ടുവന്ന സമയത്ത് അത് കോയിൻസ് കൊടുത്ത ലക്ക് വേണം അത് കറക്കി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ പാക്ക് വൈപ്പ് ഔട്ട് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ അതേ സമയത്ത് ഇപ്പം ഇച്ചിരി കോയിൻസ് കൊടുത്താൽ എന്തായാലും കിട്ടണ ഒരു കാർഡാണ് സക്കറിയാൻ്റെ ഇപ്പോൾ ലീഗ് സെലക്ഷനിൽ വന്ന് കിടക്കണ ഈ ഒരു കാർഡ്. അപ്പോൾ നമ്മൾ ഈ കാർഡിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ കാർഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഈ ഒരു കാർഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ വിയേറേൻ്റെ നെക്സ്റ്റ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഗ്ലിച്ച് കാർഡാണ് ഇപ്പോൾ വന്നേക്കണത് ഡെനിസ് സക്കറിയാൻ്റെ ഈ ഒരു കാർഡ്. നമുക്ക് ആദ്യം തന്നെ ആളുടെ ഹൈറ്റ് എടുത്ത് നോക്കാം. ഹൈറ്റ് നോക്കുന്ന സമയത്ത് തന്നെ 191 ഉണ്ട്. അപ്പോൾ ഈ ഏരിയൽ ബോളൊക്കെ വന്ന് നിൽക്കണത് മിഡ് ആ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഏരിയൽ ബോൾ വിൻ ചെയ്തില്ലേ കുറേ ഗോൾ ഇങ്ങോട്ട് കിട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഏരിയൽ ബോളൊക്കെ വിൻ ചെയ്യാൻ ഈ ഹൈറ്റിൻ്റെയും ജമ്പ് ഹൈറ്റിൻ്റെയൊക്കെ നല്ല ആവശ്യമുണ്ട്. അപ്പോൾ ആൾക്ക് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ലെഗ് ലെങ്ത്തിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ത്രൂ ബോളൊക്കെ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അവൻ്റെ സ്ട്രൈക്കർ അത് ഓടിയെടുത്തിട്ടോ. അപ്പോൾ ലെഗ് ലെങ്ത് നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഈ വന്ന ത്രൂ ബോൾ, അതായത് പാസ്സൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്ക് ലെഗ് ലെങ്ത് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആം കവറേജ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ ഒരു ആങ്കർമാനൊക്കെ ആം കവറേജ് ഉണ്ടെങ്കിൽ അതൊരു നല്ല അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും കളിക്ക് നമുക്ക് കിട്ടണത്. പിന്നെ അടുത്തത് ടോർക്കോ കോയിൽഷൻ. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ ഇപ്പോൾ ബാലൻസ്, അതായത് ടാക്കിളൊക്കെ ചെയ്യുമ്പോൾ ഫൗളില്ലാണ്ട് നല്ല രീതിക്ക് ടാക്കിൾ ചെയ്യാനും ഹെഡൊക്കെ ചെയ്യുമ്പോൾ ബാലൻസ് ആയിട്ട് നല്ല കറക്റ്റ് സ്ഥലത്ത് നമ്മൾ വെക്കണ കറക്റ്റ് സ്ഥലത്ത് ഹെഡ് ചെയ്തിടാനും, അതായത് ഒരു ബാലൻസ് ഒരു പ്ലെയറിന് കിട്ടും. അത് നല്ല രീതിക്ക് ഈ ഒരു കാർഡിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആളുടെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫെൻസിങ്ങിൻ്റെ കാര്യമായാലും സ്പീഡ് 88 ഉണ്ട്. റൈക്കാർഡിനേക്കാളും സ്പീഡ് ഈ കാർഡിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫെൻസിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് 95-96 കൊടുത്തിട്ടുണ്ട്. ഒരു ആങ്കർമാന് വേണ്ട എല്ലാ സ്റ്റാറ്റ്സും ഈ കാർഡിനുണ്ട്. ഇനി ഒരു നല്ല സ്മൂത്തായിട്ട് യൂസ് ചെയ്യാനും ഈ കാർഡിനെ കൊണ്ട് പറ്റും. അപ്പോൾ ഈ കാർഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇനി ഈ കാർഡ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റൈക്കാർഡ് ഹൺഡ്രഡ്സിന് എടുത്ത് കൊടുത്തായിരുന്നു. അതിലിപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബിന് വേണമെങ്കിൽ ഈ കാർഡിനെ നോക്കാം. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ആളുടെ ഇത് നോക്കണം, ഫോം കുറവാണ്. ഇപ്പോൾ എപ്പോഴും ഫുൾ ഫോമായിട്ട് കിട്ടൂല. അപ്പോൾ അതും കൂടി നോക്കണം. പിന്നെ നല്ല രീതിക്ക് കോയിന് സ്പെൻഡ് ആവും. 1000ഓളം കോയിന് മിക്കവാറും സ്പെൻഡ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ലക്ക് ഉണ്ടെങ്കിലേ നേരത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കയറി ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ.